வச்சுருவாங்க. அப்புறம் எல்லாம் பேசி முடிச்சுட்டு நான் ஏதாவது தப்பாக பேசியிருந்தா சாரி அப்படின்னு கேட்டுப்பாங்க. அதனால் அவங்களோட சொந்த அனுபவத்தை பற்றி இப்போ மனோ மேடம் சொல்லுவாங்க. எல்லோரும் கேட்டுக்கங்க. கேட்டு கொஞ்சம் கூட எடுத்துக்கிட்டா இனி நல்லா இருக்கும். ஓகே மனோ மேடம். ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി റൂട്ട് വഴി നമ്മൾ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഹൗസ് ബോട്ട് ട്രിപ്പ് അച്ചീവായ കുമളിയിൽ നിന്നുള്ള ടീം അംഗങ്ങളാണ്. നമ്മളതിലേക്ക് പോകുന്ന യാത്രയിലാണ്. ഇപ്പോൾ ഓരോരുത്തരും ഈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് വന്നതിൻ്റെ ബിസിനസ് അനുഭവങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞു. ഇനിയിവ അവസാനമായിട്ട് എൻ്റെ ഊഴമാണ്. ഈ അവസരത്തിൽ എല്ലാവരെയും ഈ വിനോദയാത്രാ സംഘത്തിൻ്റെ ഈ സന്തോഷകരമായ ഈ ജേർണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളിലേക്ക് കടക്കട്ടെ. ആദ്യമായിട്ട് നമ്മുടെ ടീം ലീഡറായ രാജേഷ് സാറ് ISSTC റാങ്കിൽ നിന്നും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് സാറിനെയും എൻ്റെ അപ്ലൈൻ ലീഡറായ TR രാജൻ സാറിനെയും ആദ്യമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ ടീം അംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു രസകരമായ അനുഭവമാണ്. നമ്മുടെ മാടസ്വാമി സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വർഗീസാറിനെ കാണുമ്പോൾ തന്നെ ആദ്യം എനിക്ക് ദേഷ്യം വരുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ കുറേ സാധനങ്ങൾ മേടിക്കുവാനായിട്ടാണ് ആദ്യം ഈ സാർ വരുന്നത്. അപ്പോഴാണെങ്കിൽ എന്നോട് ഈ ബിസിനസ്സിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു സാധനം എടുത്താൽ ഒരു 9 പ്രാവശ്യം അതിന് എനിക്ക് വില പേശിയതിന് ശേഷം മാത്രമേ സാറ് ആ സാധനം എടുക്കുകയുള്ളൂ. അത് മാക്സിമം നമ്മൾ കുറച്ച് കൊടുത്താലും പിന്നെ അതിനേക്കാട്ടിലും കുറച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തർക്കിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ഇവിടെ കയറി വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവമേ ഈ മനുഷ്യൻ ഇനി ഇവിടെ കയറി വരലെന്നോണ്ടാ ആ സാധനം ഞാൻ കൊടുത്തു വിട്ടോണ്ടിരുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരു ദിവസം നമ്മുടെ PUC നമ്മുടെ രാജേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ വർഗീസ് സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുമളി PUC അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ രാജേഷ് സാറുമായിട്ട് നമ്മുടെ വർഗീസ് സാറ് എൻ്റെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അവിടേക്ക് റാക്ക് അങ്ങനെയുള്ള കുറേ സാധനം ടേബിള് അങ്ങനെയൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ ഇരുന്നപ്പം പിന്നെയും പതുക്കെയാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത അപരിചിതരായിട്ടുള്ള 2 വ്യക്തികളാണ്. ഈ വ്യക്തികൾ എങ്ങനെയുള്ളതാണ്, എനിക്കും നമ്മുടെ ശ്രീ ജോർജ് മാധവ് സാർ പറഞ്ഞ പോലെ പല ഇങ്ങനത്തെ ഓരോ ബിസിനസ്സിലൊക്കെ ചെന്നുപെട്ട് നല്ല സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ട് ലാസ്റ്റിൽ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഞാനും ഓർത്ത് ഇതുപോലെ തന്നെയുള്ളൊരു ശല്യമായിരിക്കും ഇവരെങ്ങനെയാണ്, ഇവരെവിടെ നിന്ന് വന്നതാണ്, ഏത് നാട്ടുകാരാണ്, ഇവരെ പേഴ്സണലായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് വന്നത്. അങ്ങനെ പിന്നെ നല്ല സോഫ്റ്റായിട്ട് പിന്നെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവരെ എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ഒരു മൂത്താങ്ങളെ എൻ്റെ ഒരു ഇളയാങ്ങളെയുമായിട്ടാണ് ഇവരെ സങ്കല്പിച്ചു. എന്നിട്ട് പെൺപിള ഞാൻ പറയും എൻ്റെ മൂത്താങ്ങളെ ഇളയാങ്ങളെയും വരുന്നുണ്ടല്ലോ എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞു രാജേഷ് സാർ അന്നേരം ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളന്നേരം ഒരു ഹൈബാക്ക് ചെയറിലൊക്കെ ഇരിക്കുമോ, ഈ പുള്ളിക്കാരി എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ളൊരു മൈൻഡിലായിരിക്കും. അന്നേരമാണെങ്കിൽ നമ്മുടെ വർഗീസ് സാറ് വന്നിട്ട് എന്നെ മാഡം ഞങ്ങളാണ് ഒരു ബിസിനസ് ഇതുപോലെ ഡയറക്റ്റ് സെല്ലിങ് എന്ന് പറഞ്ഞൊരിതാണ്. അന്നേരം ഒന്നും സാറ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. രാജേഷ് സാർ ആണെങ്കിൽ ഡീറ്റെയിൽ പറയാൻ അറിയുള്ളൂ. അന്നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ ചെറുതായിട്ട് ചെവി കൊടുക്കാൻ തുടങ്ങി. എന്നിട്ടൊരു പ്രോഡക്റ്റ് ഇതെന്നാണേലും മാഡം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് പേസ്റ്റ് പിന്നെ 2 നമ്മുടെ സോപ്പ് ഒരു കോക്കനട്ട് ഷാമ്പു ഇതൊക്കെയാണ് ആദ്യം തന്നത്. എന്നിട്ട് ഞാനിത് കൊണ്ടുപോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നെ അടുത്ത ദിവസം ആ സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഒരു ലോഡ് സാധനമായിട്ട് ഇങ്ങനെ വന്നേക്കുക. എന്നിട്ട് പറയും മാഡം ഇത് ഇവിടെ ഇരിക്കട്ടെ, ഈ ഷോപ്പിൽ ഇരിക്കട്ടെ, ഇതിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും വെക്ക്, എന്നിട്ടാണെങ്കിൽ ഇത് ഉപയോഗിക്കുക. എന്നിട്ട് കുറേ ആൾക്കാർ വരുമ്പോൾ ഇന്നപോലെ ചെയ്യണം. ഇത് നമ്മുടെ ആരോഗ്യത്തിനും നമുക്ക് സമ്പത്തുണ്ടാക്കാനും സ്ഥാനമാനങ്ങൾ വരുവാനും ഒക്കെയുള്ള നല്ലൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് മാഡം സത്യസന്ധമായിട്ട് മറ്റുള്ളവരൊന്നും ചെയ്ത പോലെ ആകത്തില്ല. നല്ല രീതിയിൽ ഇത് ഉന്നമനം വരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒറിജിന്, അതായത് ഇത് ആരംഭിച്ചത് ആരാണ്, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ മുന്നിലുള്ള
ടീം ലീഡേഴ്സ് ആരാണ് എന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അന്നേരം ഞാൻ ഇവരെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ഇവർ നമ്മുടെ കസ്റ്റമറുമാണ്. പിന്നെ ഇവരോട് ആണെങ്കിൽ ഒരു വീട്ടിലുള്ള അംഗങ്ങളുടെ കൂട്ടങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഇവരെ രണ്ടുപേരെയും ഇഷ്ടമായി. അപ്പോഴാണെങ്കിൽ തോന്നിയോ എന്നാണേലും പിണക്കണ്ട, എങ്ങനെ ഇത് മുന്നോട്ട് പോകാം, എവിടെ വരെയും ചെല്ലുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചു. ആദ്യം ഒരു 12,000 കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് ഒരു 5,000 കൊണ്ട് തന്നു. അന്നേരം ഒന്നും പൈസ ഞാൻ കൊടുക്കുന്നത് ഇത് വിൽക്കുന്നില്ലല്ലോ. ഇത് ഒരു പരിധി കൂടുതൽ വീട്ടിലേക്ക് എടുക്കാനും പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല, വീട്ടിൽ തന്നെ പിള്ളേരോട് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇവരെ ഒന്ന് അവതരിപ്പിക്കണമില്ല. അന്നേരമാണ് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ലാസ്റ്റ് ഒരു 10,000-15,000 രൂപയുടെ പ്രോഡക്റ്റ് കൊണ്ടുടങ്ങി വെച്ചിരിക്കുമോ. എനിക്കിത് കാണുമ്പോൾ അങ്ങ് ടെൻഷനാണ്. ഇതാരെ ഏൽപ്പിക്കും, പ്രോഡക്റ്റ് എന്നാന്നറിയത്തില്ല, ബിസിനസ്സിൻ്റെ പ്ലാൻ എന്നാന്നറിയത്തില്ല. ഇതെന്നാ ഓരോ ഈ പറയുന്ന പോലെ ഏറിയ പങ്ക് ആൾക്കാർക്കും വരുന്ന ഒരു അനുഭവമാണ്. ആദ്യം എൻ്റെ ഈ അനുഭവം, അതായത് പ്രോഡക്റ്റ് കുറേ കൊണ്ട് സാറുമാർ നമ്മളെ ഏൽപ്പിക്കുന്നത് നമുക്കൊരു നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ മറ്റൊരാളെ അവതരിപ്പിക്കണം, അവർക്ക് ഉപയോഗം എന്തിനാണ്, ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്നാണ് എന്നും മനസ്സിലാക്കാതെ പൊട്ടക്കണ്ണൻ്റെ മാവേലിയർ പോലാണ് ഈ ബിസിനസ് ആദ്യമായിട്ട് ഏറി പങ്ക് ആൾക്കാർ ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റുള്ള യാതൊരു മാനദണ്ഡങ്ങൾ ഇതിനകത്ത് മറ്റുള്ള ബിസിനസ് കൊണ്ട് ഒരു മാനദണ്ഡങ്ങളും ഇല്ല. എങ്കിലുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബിസിനസ് പ്ലാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബിസിനസ് പ്ലാൻ പഠിക്കാതിരുന്ന ഞാൻ ഒരു 6 മാസത്തോളം ഈ ബണ്ടിലായിട്ട് ഈ വലിയ കെട്ടായിട്ടുള്ള ഈ സാധനങ്ങൾ അവിടെ നിധി പോലെ സൂക്ഷിച്ച് വെച്ചു. അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഒരു 10,000-15,000 രൂപയ്ക്ക് മേലിൽ എൻ്റെ വീട്ടിലേക്ക് തന്നെ ഈ സാധനം ഞാൻ കൊണ്ട് ഉപയോഗിച്ചു. ടോയ്ലറ്റ് ക്ലീനറ്, ഡിഷ് വാഷ്, പിന്നെ ഷാമ്പു, ഇതെല്ലാം ഉപയോഗിക്കുക. അതായത് നമ്മുടെ വരുമാനത്തെക്കാട്ടും ചിലവാണ് ഞാൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഈ ഹസ്ബൻഡോട് ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് നൂട്ടിൽ പറഞ്ഞ് ഇന്ന പോലെയാണ് ഇതിങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് അന്നേരം പുള്ളിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ വന്ന് ഏറ്റവും ലാസ്റ്റിലാണെങ്കിൽ ഇതിനെക്കുറിച്ച് ശരിക്കും 6 മാസത്തോളം ഇങ്ങനെ ഉന്തിത്തള്ളി പോയിട്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവരെന്നെ വിളിക്കുന്നുണ്ട് എല്ലാ മീറ്റിങ്ങിലും. കുമളിയിൽ എല്ലാ മാസവും നല്ല നമ്മുടെ RTC ലീഡർ വിനീ സാറ്, നമ്മുടെ ഇപ്പോൾ ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അനീഷ് ബാബു സാറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവർ വരുമ്പോൾ എന്നാ നല്ല ജെൻറ്റിൽമാനായിട്ട് വരുന്നു, അവർ ക്ലാസ് എടുക്കുന്നു, നല്ല സ്റ്റഡി ആയിട്ട് നമ്മൾ 100% നിങ്ങൾക്ക് നല്ല മാന്യമായിട്ട് അവരുടെ ബിസിനസ് ചെയ്യുന്നു. പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് അന്നേരം അറിയത്തില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റിൽ എന്നെ നമ്മുടെ ഗീവർഗി സാറ്, എൻ്റെ അപ്ലൈൻ ലീഡർ TR രാജൻ സാറ്, അദ്ദേഹം ഒരു ആയുർവേദ വൈദ്യം കൂടിയാണ്. പിന്നെ അന്നേരം ഒന്ന് ഈ സാറിനെ ചേർത്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടും മുകളിൽ നിൽക്കുന്ന ടീം ലീഡർ ഗീവർഗി സാറ് ചേർത്ത് വിട്ടിട്ടെന്ന് ഞാൻ രാജൻ സാറിനെ എനിക്ക് അറിഞ്ഞുകൂടാ. ടീമിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും എന്നെ ഒന്ന് ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഗി സാർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്നെ നമ്മുടെ കൊല്ലത്തൊരു ട്രാവൻകൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ആ ഫെസ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഉല്ലാസയാത്ര പോകുന്ന പോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് ആട്ടവും പാട്ടും എല്ലാം ആയിട്ട് അവിടെ ചെന്ന് തിരിച്ച് വന്നു. പക്ഷേ അതും അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ സ്വഭാവം മാറി. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല്. അതായത് വേറെ കാര്യങ്ങൾക്ക് വലിയ മീറ്റിങ്ങുകളിലൊക്കെ പോയി, കൊച്ചി പോയി സ്റ്റേ ചെയ്ത് ഉള്ള മീറ്റിങ്ങിന് പോയി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കെല്ലാം പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ ട്രാവൻകൂർ ഫെസ്റ്റാണ്. അവിടെ ചെന്നപ്പോഴത്തേന് ആൾക്കാരെ എല്ലാം കണ്ടപ്പോഴത്തേന് ഞാൻ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല, ഏറ്റവും മണ്ടിയായി പോയല്ലോ 6 മാസത്തേക്കിന്. ഈ 6 മാസം കൊണ്ട് അന്നത്തെ 6 മാസം വർക്ക് വരുന്ന ഇന്ന് ഞാൻ GC ആയേനെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് റിട്ടയർഡ് അധ്യാപകര്, ഇപ്പം നിലവിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന ദമ്പതിമാർ, അതുപോലെ തന്നെ PG ഒക്കെ എടുത്തിട്ട് IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾ, പിന്നെ വലിയ ഹൈ പൊസിഷനിലുള്ള ആൾക്കാരെല്ലാം വരുമ്പം സാധാരണ രീതിയിലുള്ള ജോലി ചെയ്യുന്നത് സാധാരണക്കാരായിട്ട് അവർ ചെല്ലുമ്പം നമ്മളാണ് ആദ്യം ഇവരുടെ ഒരിക്കലൊക്കെ മസിൽ പിടിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര ഒരു നഷ്ടബോധമാണ് തോന്നുന്നത്. പക്ഷെ അവിടെ അങ്ങനെയുള്ള TTSൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്നുമല്ല, ഇവരൊക്കെയാണ് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവർ നല്ല വരുമാനങ്ങൾ മേടിക്കുന്നു, നല്ല പൊസിഷനിലെത്തുന്നു. നമ്മൾ ചെറിയ കാര്യം പറയുമ്പോഴേ ഇതിൻ്റെ ബിസിനസ് പ്ലാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധിക്കരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് ഒത്തിരി കടുപ്പീര്
ജോബ് വേക്കൻസികളും കളിപ്പീര് ആയിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നവരൊക്കെ ഉണ്ട്. അത് അങ്ങനെയുള്ളതാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വസിച്ച് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലീഡേഴ്സിനോട്, നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് ചോദിച്ചുകൊണ്ട് ബിസിനസ് പ്ലാൻ പഠിക്കുക. ഇത് ഹെൽത്തിന് വേണ്ടിയും നമ്മുടെ എല്ലാ നന്മകൾക്കും വേണ്ടിയുള്ളൊരു ബിസിനസ്സാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കും ഒരു ചമ്മലും കൂടാതെ. ഈ ബിസിനസ് ചെയ്യുന്നതിന്, ഈ ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്നതിന് യാതൊരു വിധമുള്ള ചമ്മലും ചമ്മേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാ ചോദിച്ചാൽ അത് നമ്മുടെ ഒരു ജോലിയാണ്. ഇഷ്ടംപോലെ കോടിക്കണക്കിന് കാശുള്ളവന് വലിയ സ്ഥാപനങ്ങൾ റെൻറ്റിനെടുത്ത് അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനം പണിത് അവർ ബിസിനസ് മുടക്കുമുതൽ അവരിറക്കി അവർ ചെയ്യുന്നു. പക്ഷെ നമ്മൾ 5 പൈസ പോലും മുടക്കാതെയാണ് ഈ കമ്പനി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി, നമുക്ക് അതിൻ്റെ ഓണർ നമുക്ക് വേണ്ടി ഇത്രയും വലിയ സേവനങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ മിസ്യൂസ് ചെയ്യില്ല ഒരിക്കലും. ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള ഓരോ അനുഭവങ്ങളിലൂടെ ഞാൻ പിന്നെ ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന്